രാജ്യത്ത് വീണ്ടും കോവിഡ് കേസുകൾ കൂടുകയാണ്. ഈ 10 ദിവസത്തെ ഒരു കണക്ക് നോക്കുകയാണെങ്കിൽ ഇരട്ടിയോളം വർധനയുണ്ടായിരിക്കുകയാണ് കോവിഡ് കേസുകൾ. ആക്റ്റീവ് കോവിഡ് കേസുകളുടെ എണ്ണം അത് 4866 ഉയരുകയാണ്. അതായത് 5000-നടുത്തേക്ക് ആക്റ്റീവ് കേസുകൾ, രോഗബാധിതരുടെ എണ്ണം എത്തുകയാണ്. ഈ കഴിഞ്ഞ 24 മണിക്കൂറിന്റെ ഒരു കണക്ക് നോക്കുമ്പോൾ 7 പേരാണ് കോവിഡ് ബാധിച്ച് മരിച്ചിരിക്കുന്നത്. കേരളത്തിലെ സാഹചര്യം കൂടി അത് ഈ കണക്കുകൾ കേൾക്കുമ്പോൾ കേരളത്തിൽ എന്താണ് എന്ന ആകാംക്ഷയും ആശങ്കയും ഒക്കെ നമുക്കുണ്ടാകും. പക്ഷേ ആശങ്ക വേണ്ട, നമ്മളെപ്പോഴും കോവിഡ് സാഹചര്യത്തിൽ പറയാറുള്ള വാക്കാണ് ആശങ്ക വേണ്ട, ജാഗ്രത മതി. പക്ഷേ ഇപ്പോൾ അത്ര ജാഗ്രതയുടെയും സാഹചര്യമില്ല, അങ്ങനെ ഒരു ഗൗരവ സ്വഭാവത്തില്ല. എങ്കിലും ഈ കണക്കുകൾ സർക്കാർ സംവിധാനങ്ങൾ പങ്കുവയ്ക്കുകയാണ്. ഇപ്പോൾ 1487 ആക്റ്റീവ് കേസുകൾ ഉണ്ട് എന്നാണ് 24 മണിക്കൂറിന്റെ കേരളത്തിൽ 114 ആക്റ്റീവ് കേസുകളാണ് വർദ്ധിച്ചിരിക്കുന്നത്. അർജുൻ പീതാംബരൻ ഡൽഹിയിൽ നിന്ന് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അർജുൻ, 2,53,00,000-ലധികം പേർ 2 ഡോസ് വാക്സിൻ സ്വീകരിച്ചു എന്നുൾപ്പെടെ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടല്ലോ. ഇതിപ്പോൾ കേരളത്തിലെ കോവിഡ് കേസുകളുടെ കാര്യം നമ്മൾ പ്രത്യേകമായി പറഞ്ഞു. രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും ഈ എല്ലാ സംസ്ഥാനങ്ങളിലെയും കണക്ക് പലപ്പോഴും വരുന്നില്ല എന്നൊരു പരാതിയുണ്ട്. എല്ലാ സംസ്ഥാനങ്ങളുടെയും കോളത്തിൽ കണക്ക് വരുന്നുണ്ടോ? എല്ലാ സംസ്ഥാനങ്ങളിലും ഇപ്പോൾ കോവിഡ് വീണ്ടും ആക്റ്റീവ് ആകുന്നുണ്ടോ? അതോ ചിലയിടത്ത് മാത്രമേ ഉള്ളൂ? എല്ലാ സംസ്ഥാനത്തെയും കണക്ക് വരുന്നുണ്ട്. പക്ഷേ ഇതിൽ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, കേരളം പോലെ ടെസ്റ്റിംഗ് വളരെയധികം വർദ്ധിച്ചിട്ടുള്ള വേറെ സംസ്ഥാനങ്ങളില്ല എന്ന് പറയാൻ സാധിക്കും. കേരളത്തിൽ ഒരുപാട് ടെസ്റ്റിംഗ് നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ഇപ്പോൾ ആക്റ്റീവ് കേസുകളുടെ എണ്ണവും വർദ്ധിക്കുന്നുണ്ട്. കേരളത്തിന് തൊട്ട് പിന്നാലെ തന്നെയാണ് കർണാടകയും ഡൽഹിയും പശ്ചിമ ബംഗാളും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ നിലവിലുള്ളത്. കേരളത്തിൽ കഴിഞ്ഞ 24 മണിക്കൂറുടെ 114 ആക്റ്റീവ് കേസുകളിൽ വന്ന വ്യത്യാസം. അതായത് 114 ആക്റ്റീവ് കേസുകൾ കൂടി വർദ്ധിച്ചിരിക്കുന്നു. അതിന് തൊട്ടു പിന്നാലെ തന്നെ കർണാടകയുണ്ട്. അവിടെ 112 ആക്റ്റീവ് കേസുകളിൽ വന്ന വർധനവ്. ഡൽഹിയിൽ 105, പശ്ചിമ ബംഗാളിൽ 106. പക്ഷേ നോക്കേണ്ട ഒരു സാഹചര്യം, അതായത് ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത്, 2 ദിവസം മുൻപ് 4000-ലേക്ക് എത്തിയ ആക്റ്റീവ് കേസുകളുടെ എണ്ണം ഇപ്പോൾ 2 ദിവസം കഴിയുമ്പോഴേക്കും 5000-നടുത്തേക്ക് എത്തുന്നു എന്നുള്ള കാര്യമാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 564 പുതിയ കേസുകൾ കൂടി രാജ്യത്താകമാനം സ്ഥിരീകരിച്ചിരിക്കുന്നു. വിവരങ്ങൾ നൽകിയത്. അതായത് രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യുന്ന കേസുകളിൽ 35% കേസുകൾ ആക്റ്റീവ് കേസുകളുള്ളത് കേരളത്തിൽ എന്നുള്ളതാണ് ഏറ്റവും പുതിയ കണക്കുകൾ. നമുക്ക് നിലവിലെ രാജ്യത്തെ കോവിഡ് കേസുകൾ എങ്ങനെയാണ്, ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് സ്ഥിതി ഗുരുതരം, ജാഗ്രത കൂടുതൽ വേണ്ടത് എന്ന് വളരെ പെട്ടെന്ന് പറഞ്ഞു പോകാം. കണക്കുകളുടെ സഹായത്തോടുകൂടി നമുക്ക് പരിശോധിക്കാം. കേരളം ജാഗ്രതയിലാണ്. അതേസമയം ആദ്യ ഡോസ് വാക്സിൻ സ്വീകരിച്ചവരുടെ കണക്ക് 2,91,51,51,962 പേർ ആദ്യ ഡോസ് വാക്സിൻ സ്വീകരിച്ചിട്ടുണ്ട്. നമ്മുടെ കരുതലും നമ്മുടെ അതിനുവേണ്ടിയുള്ള ഇനിഷ്യേറ്റീവും ആ യജ്ഞവും അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ആ കാലം അല്ലെ, മറ്റൊരു കാലമായിരുന്നു കോവിഡ് കാലം എന്ന്, അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ അറിയാം. 2ാം ഡോസ് സ്വീകരിച്ചത് 2,52,00,000-ലധികം പേര് 2 ഡോസും സ്വീകരിച്ചു. അതോടൊപ്പം തന്നെ നമുക്കറിയാം കരുതൽ ഡോസ് സ്വീകരിച്ച ആളുകൾ അതും 30 ലക്ഷത്തിലധികം, 30,88,359 പേരാണ് കരുതൽ ഡോസ് കേരളത്തിൽ സ്വീകരിച്ചിരുന്നത്. അതായത് കേരളം കൃത്യമായ ജാഗ്രതയിലാണ്. ആളുകൾക്ക് സുരക്ഷ നൽകുന്ന കാര്യത്തിൽ കേരളം മുൻപന്തിയിൽ തന്നെയാണ്. ഈ കണക്കുകൾ കൂടുന്നുണ്ട് എന്ന് പറയുമ്പോഴും കേരളത്തിലെ ഈ കാര്യം കൂടി നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. രാജ്യത്ത് 2 ഡോസും സ്വീകരിച്ചതോടെ കണക്കാണ് ഇപ്പോൾ സ്ക്രീനിൽ പ്രേക്ഷകർ കാണുന്നത്. 95 കോടിയിൽ അധികം പേർ വാക്സിന്റെ 2 ഡോസും സ്വീകരിച്ചു കഴിഞ്ഞു. 95 കോടിയിൽ അധികം പേർ, 95,19,90,658 പേർ എന്നതാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പങ്കുവയ്ക്കുന്ന കണക്ക്. ഈ കണക്കനുസരിച്ച് ഇത്രയും പേർ 2 ഡോസ് വാക്സിനും സ്വീകരിച്ചിട്ടുണ്ട് എന്നതാണ് വ്യക്തമാകുന്നത്. കോവിഡ് സാഹചര്യമുണ്ട്, പക്ഷേ അത് അത്ര ഗൗരവത്തിൽ ഉള്ളതല്ല.